Hi, good morning. Good morning. Good morning. How are you? ആദിഷിനെ കാണുന്നില്ലല്ലോ മിസ്. ഇല്ല നേരെ ഇരിക്കേ ക്യാമറക്ക് മുമ്പിൽ. ഗുഡ് മോർണിംഗ് ഫാത്തിമ, എന്തുണ്ട്? സുഖം. ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ചോ? റഫാൻ, ആ ടോപ്പ് അവിടെ മാറ്റി വെച്ച മോനെ. കുറച്ച് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് കറക്കി കളിക്കാം കേട്ടോ. പമ്പര അവിടെ മാറ്റി വെക്കേ ട്ടോ. റഫാൻ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കളിക്കാം ട്ടോ. ഹായ് നിതാശക്കുട്ടി. ഗുഡ് മോർണിംഗ്. ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ചോ നിതാശ? എവിടെ പോയേ? മിസ് വിചാരിച്ച നിതാശ ക്രിസ്മസിന് മിസ്സിനെ വീട്ടിലോട്ട് ക്ഷണിക്കുന്ന വിചാരിച്ച. എന്താ എന്താ മുത്തേ? ന്യൂ ഇയറിനോ? ന്യൂ ഇയർ ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ഹൈജോ. സഹൽ നല്ല മോനായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. മിസ് ഒരു കാര്യം പറയട്ടെ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ എല്ലാവരും. ആ നാളെ നമ്മൾക്ക് ന്യൂ ഇയർ ആണല്ലേ, പുതിയ വർഷം വരികയാണല്ലേ. ഓക്കേ, അപ്പൊ എന്ത് ചെയ്യണം? എന്റെ കുട്ടികളൊക്കെ എന്താവണം? നല്ലവരാവണോ മോശം കുട്ടികളാവണോ? നല്ല മിടുക്കന്മാരും മിടുക്കികളാവണല്ലേ. ആദിശ ഒന്ന് മിസ്സിനെ നോക്കപ്പാ. ആ അങ്ങനെ നല്ല മോനായിട്ട് ഇരിക്കട്ടോ. ആ മൂത്രയിച്ചിട്ട് വാ ഫാത്തിമ, പെട്ടെന്ന് പോയിട്ട് വാ. ഫാത്തിമ മൂത്രയിച്ചിട്ട് വന്നപ്പോ പോ വേഗം പോ, ബാത്റൂം പോയിട്ട് വാ. വേഗം ക്ലാസ് എടുക്ക്, പാഠം തുടങ്ങണം. വേഗം പോയിട്ട് വാ കേട്ടോ. ഓടിപ്പോ. ഓക്കേ, അപ്പൊ നമ്മ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചേ? ഉമർ ജാഫർ എത്തിയിട്ടുണ്ടല്ലോ. നെബുത്തൻ പഠിച്ചല്ലേ? നെബുത്തൻ പഠിച്ചു, നെബുത്തൻ വരച്ചു. കളർ കൊടുത്തില്ലേ നെബുത്തൻ വരച്ചിട്ട്? ഓർമ്മയുണ്ടോ? നെബുത്തൻ അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം ഹ എന്ന ലെറ്റർ ആണ്. എന്താ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെറ്റർ? ശ്രദ്ധിച്ചോണേ എന്റെ മക്കളെ, ശ്രദ്ധിക്കണേ. എന്താ?
ഹ ഹ എന്താ മക്കളെ ലെറ്റർ? ഹ. ഇതാ ഇങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി, ഇതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക്. ഹ ലെറ്റർ ഹ. എന്നെല്ലാരും വായിച്ചേ. ഹ. വായിച്ചേ എല്ലാവരും. ഹ. ഹ. വെരി ഗുഡ്. സാഹിൽ നല്ല മോനായിട്ട് പറയുന്നുണ്ടല്ലോ. ഹ. റഫാൻ നേരെ ഇരുന്ന മോനെ. ഫാത്തിമ കുട്ടി ഹ. ഹ. ഹ എന്നെങ്ങനെ എഴുതാന്ന് മിസ് എഴുതി കാണിച്ചിട്ടുണ്ടല്ലോ. കണ്ടോ? ഹ. കണ്ടോ? ഇവിടെ ഒരു ഓൾഡ് മാൻ ഉണ്ട്, ഒരു പ്രായമായ ഒരു പപ്പ ഉണ്ട് അല്ലേ? വയസ്സായ ഒരു മുത്തശ്ശനുണ്ട് ഇവിടെ. കണ്ടോ? താടിയൊക്കെ നരച്ചിട്ട് ഓൾഡ് മാൻ, പ്രായമായ ആൾക്കാരെ ഓൾഡ് മാൻ എന്നാ പറയാ അല്ലേ? ഓൾഡ് മാൻ്റെ അറബിക് വേർഡാണ് മിസ് ഇന്ന് പറയാൻ പോകുന്നത്. ഹരിമുൻ. 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 ആദിശ്രീ, why are you late? നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. ആണോ? നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാ. മോളെ ഇപ്പൊ വരൂ. ഓക്കെ. നീ വാ ഇവിടെ ഇരിക്കെ. ഗുഡ് മോർണിംഗ്. സുഖാണ് ആദിശ്രീക്ക്? ആണല്ലേ? നമ്മൾ ഇന്ന് പുതിയ പാഠമൊക്കെ എടുക്കാൻ പോവാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നെബത്തുൻ പഠിച്ചു, ഓർമ്മയുണ്ടോ? എന്താ നെബത്ത് എന്ന് പറഞ്ഞാല്? ചെടി. നെബത്തുൻ വരച്ച് നമ്മൾ കളറൊക്കെ കൊടുത്തല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഹ ആണ്. ഹ. മിസ് ഹ ഇവിടെ എഴുതി കാണിച്ചു തന്നിട്ടുണ്ട്, കണ്ടോ? ഇതാണ് ഹ. കണ്ടോ? ഹ എന്ന അക്ഷരം കണ്ടോ? ഹ. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഇവിടെ കാണുന്നൊരു പിക്ചർ കണ്ടോ നീ? ഇവിടെ ഒരു ഓൾഡ് മാനെ കാണുന്നുണ്ടോ മോളെ? പ്രായമായിട്ട് താടിയൊക്കെ നിറച്ച് ഇച്ചിരി പ്രായമായ ഒരാളെ കാണുന്നുണ്ട്. നമ്മ ഒരു ഓൾഡ് മാനെ കാണുന്നുണ്ട് അല്ലേ? ഓൾഡ് മാനെ അറബിയിൽ പറയുന്ന വേർഡ് ഹരിമുൻ. ഹരിമുൻ. എന്താ? വെരി ഗുഡ്. ഹരിമുൻ. ഹരിമുൻ മീൻസ് ഓൾഡ് മാൻ. ഹരിമുൻ. Harimun. Say all of you. Harimun. Okay. All of you say old man Arabic word എന്തായിരുന്നു? ഇദാശ. ഇവിടെ ശ്രദ്ധിക്കേ. ഹരിമുൻ. റഫാൻ, ഓനിക്ക് എന്ത് പറ്റി? മിസ് പമ്പരം കറക്കണ്ടെന്ന് പറഞ്ഞോണ്ടാണോ? ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടം പോലെ ടൈം പമ്പരം കറക്കി കളിക്കാട്ടോ. റഫാൻ, ഓൾഡ് മാൻ്റെ അറബിക് വേർഡ് എന്താ മിസ് പറഞ്ഞേ? ഹരിമുൻ. ഹരിമുൻ. Say all of you. ഹരിമുൻ. ഹരിമുൻ. മിസ്സിന്റെ കൂടെ പറഞ്ഞ എല്ലാവരും. ഹരിമുൻ. ഹരിമുൻ. ആർക്കാ പറയാൻ കിട്ടാത്ത നോക്കട്ടെ. ഹരിമുൻ. ഹൈലിജോ. ഹരിമുൻ. ഹരിമുൻ. ഓൾഡ് മാൻ. ഹരിമുൻ. ഓൾഡ് മാൻ.
ഹരിമുൻ. ഓൾഡ് മാൻ. ഹരിമുൻ ഓൾഡ് മാൻ. ഹരിമുൻ ആദിഷ്. ഹരിമുൻ ഓൾഡ് മാൻ. ഹരിമുൻ. 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 നമുക്ക് ഹരിമുൻ എഴുതി നോക്കിയാലോ? ഓക്കേ, ഇങ്ങനെ ഹാന്ന് എഴുതിയ ഇവിടുന്ന് തുടങ്ങുക, ഇങ്ങനെ വരുക, ഇതുപോലെ വരിക, ഹ ഹ ഹരി ഹരിമുൻ. ഹരിമുൻ. ഹരിമുൻ means old man. Old man ഹരിമുൻ. ഇനി ഹ ഹി ഹു. ഹ ഹി ഹു. ഇത്ര എൻ്റെ മക്കളൊന്ന് എഴുതിയെടുത്തേ. ഹ ഹി ഹു. പിന്നെ നമ്മൾ പഠിച്ച ലെറ്റർ ഹ. ഒരു ചിഹ്നമൊന്നും ഇടാതെ എഴുതുന്നതിനെയാണ് ഹ എന്ന് പറയാം. ഹ ഹ ഹി ഹു. നമ്മൾ ഈ ഹ എഴുതുന്നില്ലേ മലയാളത്തില്? നിങ്ങൾ ഈ ഹ പഠിച്ചോ? ഹ ഹ ഹി ഹു ഹ. ഹരിമുൻ ഓൾഡ് മാൻ. ഹരിമുൻ ഓൾഡ് മാൻ. Harimun means old man. എഴുതി കഴിഞ്ഞോ? ഓക്കെ, വെരി ഗുഡ്. അടിപൊളിയിൽ ഹാ എഴുതിയിട്ടുണ്ടല്ലോ. നിതാശ, സോറി ആദിശ്രീ. നിതാശ എഴുതിയിട്ടോ? ഹരിമുൻ കണ്ടു. ഹ കണ്ടു. എന്ത് കണ്ടു? ഹരിമുനെ കണ്ടു നമ്മളല്ലേ? ഓൾഡ് മാനെ കണ്ടു. ഹരിമുൻ കണ്ടു. ഹ കണ്ടു. എന്ത് കണ്ടു? ആരെ കണ്ടു?
ഹറിബുൻ അല്ല ഹറിമുൻ. മുൻ. ഹരിമുൻ കണ്ടു ഹാ കണ്ടു. ഹരിമുൻ കണ്ടു എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഫാത്തിമ. ഹരിമുൻ കണ്ടു ഹാ കണ്ടു. ഹാ. അത് നമുക്ക് ഫസ്റ്റ് മുതലേ പാടിയാലോ? ഏതാ? അബുൻ കണ്ടു ആ കണ്ടു. ഇബിനുൻ കണ്ടു ഈ കണ്ടു. ഉമ്മുൻ കണ്ടു ഊ കണ്ടു. ബദറുൻ കണ്ടു ബ കണ്ടു. കൈസുൻ കണ്ടു ത കണ്ടു. ജൈബുൻ കണ്ടു ജ കണ്ടു. ദൽബുൻ കണ്ടു ദ കണ്ടു. റഅസുൻ കണ്ടു ര കണ്ടു. സമക്കുൻ കണ്ടു സ കണ്ടു. ശംസുൻ കണ്ടു ഷ കണ്ടു. കൽബുൻ കണ്ടു ക കണ്ടു. ലബിനുൻ കണ്ടു ല കണ്ടു. മസ്ജിദുൻ കണ്ടു മാ കണ്ടു. നബത്തുൻ കണ്ടു ന കണ്ടു. ഹരിമുൻ കണ്ടു ഹാ കണ്ടു. ലബിനുൻ കണ്ടു ലാ കണ്ടു. മസ്ജിദുൻ കണ്ടു മാ കണ്ടു. വെരി ഗുഡ്. നിബിദുൻ കണ്ടു നി ഞാൻ കണ്ടു. വെരി ഗുഡ്. ഹർമൻ കണ്ടു ഹാ കണ്ടു. വെരി 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 ഗുഡ്. ഓക്കെ, അങ്ങനെ ഓരോ അക്ഷരവും പാടി പറഞ്ഞു പഠിക്കാം. ഓക്കെ, എന്ത് ചെയ്യാ എല്ലാരും? ഓരോ അക്ഷരവും പാടി പറഞ്ഞു പഠിക്കുക കേട്ടോ. ആദീഷ് അല്ലേ? നിങ്ങളെല്ലാരും LKG യിലല്ലേ? നമ്മളെല്ലാരും LKG-യിലാണ്. അറബി പഠിക്കാൻ വന്നവരാണ് അല്ലേ? നിങ്ങളെല്ലാരും ഏത് ക്ലാസ്സിലാ? എന്ത് പാടണം? നമ്മളെല്ലാരും LKG-യിലാണ്. അറബി പഠിക്കാൻ വന്നവരാണ്. ഒന്ന് പാടി നോക്കിക്കേ. നമ്മളെല്ലാരും LKG-യിലാണ്. എന്തിനാ വന്നേ? അറബി പഠിക്കാൻ വന്നതാണ്. വന്നവരാണ്. അബുൻ പാഠവും പഠിച്ചുവല്ലോ. ഇബിനുൻ പാഠം പഠിച്ചുവല്ലോ. പിന്നെ ഏതാ പാഠം പഠിച്ചത്? ഉമ്മുൻ പാഠം പഠിച്ചുവല്ലോ. ബദറുൻ പാഠം പഠിച്ചുവല്ലോ. പിന്നെ ഏത് പാഠം പഠിച്ചത്? ജൈബുൻ പാഠം പഠിച്ചുവല്ലോ. ദൽബുൻ പാഠം പഠിച്ചുവല്ലോ. റഅസുൻ പാഠം പഠിച്ചുവല്ലോ. സമക്കുൻ പാഠം പഠിച്ചുവല്ലോ. പിന്നേതാ? ശംസുൻ പാഠം പഠിച്ചുവല്ലോ. കൽബുൻ പാഠം പഠിച്ചുവല്ലോ. ലബീനും പാഠം പഠിച്ചുവല്ലോ. മസ്ജിദുൻ പാഠം പഠിച്ചുവല്ലോ. നബത്തുൻ പാഠം പഠിച്ചുവല്ലോ. ഹരിമുൻ പാഠം ഇന്ന് പഠിച്ചല്ലോ. ഹരിമുൻ പാഠം
ഇന്ന് പഠിച്ചുവല്ലോ പറ. ഇന്ന് പഠിക്കല്ലോ. ഓക്കെ, ഹറിമുന്റെ പാഠം നമ്മൾ ഇന്ന് പഠിച്ചല്ലേ? ഉം. ഓക്കെ, അപ്പൊ നാളെ എന്താ? നാളെ നമുക്ക് പുതിയ വർഷം കടന്നു വരികയാണല്ലേ? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പൊ പുതിയ വർഷം കടന്നു വരുന്നോണ്ട് മിസ് എന്ന് നിങ്ങൾക്ക് ഒരു പാട്ട് പാടിത്തരലില്ലേ? കാലത്ത് നേരത്തെ എണീക്കണം എന്നില്ലേ? ഗുഡ് ഹാബിറ്റ്സിന്റെ ഒരു പാട്ട് പാടിത്തരലുണ്ട് അല്ലേ? ന്യൂ ഇയർ ആയതുകൊണ്ട് മിസ് ഒരു തവണ കൂടി നിങ്ങൾക്ക് ആ പാട്ട് പാടിത്തരാം. മിസ് പാട്ട് പാടിത്തരാം. മിസ് പാടുന്ന പാട്ട് കേട്ടാൽ മാത്രം പോരെ, എന്ത് ചെയ്യണം? അതിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യണം. ചെയ്യോ? പാട്ടിൽ പറഞ്ഞ പോലെ ചെയ്യോ? ഷുവർ ആണോ? പാട്ടിൽ പറഞ്ഞ പോലെ അനുസരിക്കും. മിസ്സിന് ഈ ലൈക്ക് ഇതാ. നിദാഷ് എവിടെ? ഓക്കെ, നിതാശ കട്ടായിട്ട് പോയി തോന്നുന്നു അല്ലേ? ഓക്കെ, മിസ് ആദേശ്, മിസ് പുതിയ നാളെ ഹാപ്പി ന്യൂ ഇയർ ആയതുകൊണ്ട് മിസ് നിങ്ങൾക്ക് ഒരു പാട്ട് പാടി തരുന്നുണ്ട്. അപ്പൊ ആ പാട്ടിൽ പറഞ്ഞ പോലെ നല്ല മക്കളാവാട്ടോ. ഉമർ ജാഫർ, എന്ത് ചെയ്യണം? മിസ് അന്നേ പാടിത്തരുന്ന പാട്ടാണ് നിങ്ങൾക്ക് കേട്ടോ. ഒന്നും കൂടെ പാടിത്തരാം. കാലത്ത് നേരത്തെ എണീക്കേണം, വേഗത്തിലൊന്നു നടക്കേണം, ചേലൊത്ത പല്ലുകൾ തേക്കേണം, തങ്കമുഖം കഴുകിടേണം. കാലത്ത് നേരത്തെ എണീക്കേണം, വേഗത്തിലൊന്നു നടക്കേണം, ചേലൊത്ത പല്ലുകൾ തേക്കേണം, തങ്കമുഖം കഴുകിടേണം. കാൽക്കൈ നഖങ്ങൾ മുറിക്കേണം, കാര്യങ്ങളെല്ലാം പഠിക്കേണം, നീർന്നു നിവർന്നു നടക്കേണം, നാണിച്ചു നിൽക്കാതിരിക്കേണം, വസ്ത്രങ്ങൾ നന്നായി അലക്കേണം, നിത്യമെന്നോണം കുളിക്കേണം, സത്യം നീതി ധർമ്മം കാക്കേണം, ഉത്തമരായി കഴിയേണം, തെറ്റുകുറ്റങ്ങൾ പൊറുക്കേണം, മട്ടത്തിൽ ജീവിതമാകേണം, ഭക്ഷണം നന്നായി ചവക്കേണം, സമാധാനത്തിൽ കഴിക്കേണം, വൃദ്ധരിൽ നാം താണലേകേണം, കുട്ടികളിൽ സ്നേഹം കാട്ടേണം, എല്ലാരിലും ഗുണമേകേണം, നല്ലവരായി വളരേണം. മിസ്സിന്റെ കൂടെ പാടി ഒന്ന്. കാലത്ത് നേരത്തെ എണീക്കേണം, വേഗത്തിലൊന്നു നടക്കേണം, ചേലൊത്ത പല്ലുകൾ തേക്കേണം, തങ്കമുഖം കഴുകിടേണം. അല്ലേ? എന്ത് ചെയ്യണം മക്കളെ? കാലത്ത് നേരത്തെ എണീക്കണം. എണീച്ചാ മാത്രം മതിയോ? എന്ത് ചെയ്യണം? വേഗത്തിലൊന്നു നടക്കണം അല്ലേ? വേഗം പെട്ടെന്ന് നടക്കണം അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? ചേലൊത്ത പല്ലുകൾ തേക്കേണം, പിന്നെയോ തങ്കമുഖം കഴുകിടേണം. നിതാശ കട്ടായോ ഫോണ്? നമ്മളിവിടെ പാട്ടൊക്കെ പാടുക.
എന്താ നിതാശ? ഇല്ല. കേട്ടില്ലേ? നെറ്റില്ല. നെറ്റില്ലെന്നോ? ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? കാലത്ത് നേരത്തെ എണീക്കണം അല്ലേ? വേഗത്തിൽ ഒന്ന് നടക്കണം, ചേലത്തെ പല്ലുകൾ തേക്കണം, മുഖം കഴുകണം. പിന്നെ കാൽക്കായി നഖങ്ങൾ മുറിക്കണം. എല്ലാരും നഖം മുറിക്കലുണ്ടോ? നഖം മുറിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിനകത്ത് ചളിയും അടുക്കളൊക്കെ കയറി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എവിടത്തേക്ക് പോവും? വയറിലേക്ക് പോവും അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? നമ്മൾക്ക് വയറുവേദന, ഛർദി, പനിയൊക്കെ വരും അല്ലേ? അസുഖങ്ങൾ വരും. അപ്പൊ എന്ത് ചെയ്യണം? കാലിന്റെയും കൈന്റെയും നഖങ്ങൾ മുറിച്ച് നല്ല വൃത്തിയുള്ള നല്ല മക്കളാവണം അല്ലേ? പിന്നെന്താ? കാണിച്ചിട്ടൊന്നും നിക്കാൻ പാടില്ല. ആരും പേര് ചോദിച്ചാലും സ്മാർട്ടായിട്ട് പേര് പറയാ, സ്മാർട്ടായിട്ട് പഠിക്ക, നീർന്ന് നിവർന്നിരിക്കുക, ഇങ്ങനെ കുനിഞ്ഞിട്ടൊന്നും ഇരിക്കാൻ പാടില്ല. റഫാന് നേരെ ഇരുന്ന മോനെ. റഫാൻ റഫാൻ നേരെ ഇരുന്നേ. കിടക്കല്ല മോനെ. ഓക്കേ. പിന്നെന്താ? ഭക്ഷണം കഴിക്കുമ്പോ ഇതാരാ? എന്റെ സമജ്ഞ കുട്ടി എവിടെയുണ്ടോ? ആദിശ്രീ സമജ്ഞ ഒരു വീട്ടിലാണോ? ആദിശ്രീ ഇങ്ങോട്ട് കളിക്കാൻ വന്നതാ. ആഹാ. അപ്പൊ ആദിശ്രീ സമജ്ഞന്റെ വീട്ടിലാണോ? സമജ്ഞ ആദിശ്രീന്റെ വീട്ടിലാണോ? ഏച്ചിയുടെ വീട്ടിലല്ലേ? ഏച്ചിന്റെ വീട്ടിലല്ലേ? എന്റെ വീട്ടിലല്ലേ അല്ലേ? മിടുക്കി, നല്ല മോളാണ് കേട്ടോ. കളിക്കാൻ വന്നാലും ക്ലാസ് അറ്റൻഡ് ചെയ്തല്ലോ. എന്റെ ചേച്ചിയാന്ന് പറ. എന്റെ ചേച്ചിയാ. ചേച്ചിയാണോ? ചേച്ചിയും മിടുക്കി കുട്ടിയാ. അപ്പൊ നന്നായി പഠിക്കണം രണ്ടുപേരും കേട്ടോ. അപ്പോ മിസ് എന്താ പറഞ്ഞേ? ഭക്ഷണം എന്ത് ചെയ്യണം? നന്നായിട്ട് ചവച്ചിട്ട് കഴിക്കണം അല്ലേ? കുറച്ച് സാവധാനത്തില് വാരി വലിച്ച് തിന്നിട്ട് ഭക്ഷണം വിലങ്ങാനൊന്നും പാടില്ല അല്ലെ? കുറേശ്ശെ തിന്നണം. പിന്നെന്ത് ചെയ്യണം? വൃദ്ധരിൽ നാം തണലേകണം അല്ലേ? വയസ്സായവരോട് നമ്മൾ നല്ല സ്നേഹത്തിൽ സംസാരിക്കണം അല്ലേ? മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ ഉണ്ടോ നിങ്ങളുടെ വീട്ടില്? ഇല്ലേ? വേറെ വീട്ടിലുണ്ടോ? ഇതല്ലേ? അവര് മക്കളെ വിളിച്ചിട്ട് വർത്താനം പറയും. മുത്തശ്ശി എങ്ങനെയാ വർത്താനം പറയുന്നേ? ആദിശ്രീ വിളിക്കൂലേ? വിളിക്കൂലേ? അപ്പൊ എന്ത് ചെയ്യണം? എന്താ മുത്തശ്ശി? അപ്പൊ അവര് പറയുന്നൊക്കെ അനുസരിക്കണം. അല്ലാതെ എന്താ മുത്തശ്ശി ചോദിച്ച് പേടിപ്പിക്കാൻ പാടുണ്ടോ? ദേഷ്യത്തിലൊന്നും അവരോട് സംസാരിക്കാൻ പാടില്ല അല്ലെ? അവര് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഓടിപ്പോണം അല്ലേ? അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അല്ലെ? ചിലപ്പോ അവർക്ക് പെട്ടെന്ന് എണീറ്റിട്ട് ഒന്നും എടുക്കാനൊന്നും പറ്റൂല. നമുക്ക് പെട്ടെന്ന് എണീക്കാനെല്ലാം പറ്റൂലേ? അപ്പൊ എന്താ ചെയ്യാ? അവരെ കൈ പിടിക്കുക. അവർക്ക് നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ കൈ പിടിച്ച് സഹായിക്കുക. അവർക്ക് സഹായങ്ങൾ ചെയ്യാം. നല്ല മക്കളാവാ കേട്ടോ. പിന്നെന്താ? ചെറിയ കുഞ്ഞു കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? മാന്തി പറിച്ച് നുള്ളണം അല്ലേ? ചെറിയ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ചെയ്യാൻ പാടില്ല അല്ലേ? ഞാൻ വിചാരിച്ചു നിങ്ങളിപ്പൊ ആന്ന് പറയുന്നു. ചെറിയ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹത്തില് മോനെ മോളെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം? സ്നേഹിക്കണം അല്ലേ? നുള്ളാനും മാന്താനും അടിക്കാനൊന്നും പാടില്ല. കുഞ്ഞു കുട്ടികളല്ലേ? അപ്പൊ കുട്ടികളോട് നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹത്തിൽ പെരുമാറണം. ഓക്കെ? എല്ലാവരും പറഞ്ഞതനുസരിക്ക, നല്ല മക്കളാവാ, നല്ലവരായി വളരാ ട്ടോ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഹരിമുന്റെ പാഠത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? ഹരിമുൻ മീൻസ് ഓൾഡ് മാനാ പഠിച്ചത് അല്ലേ? അപ്പൊ മിസ് ഈ പാട്ട് പാടിത്തരാൻ കാരണം ഈ പാട്ട് കേട്ട് പഠിച്ച് അതുപോലെ പ്രവർത്തിച്ച് നല്ല മക്കളാവാം. ഓക്കേ?
അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പൊ നല്ല മക്കളാവൂലേ? ആ അമ്മയൊക്കെ പറയുന്ന അനുസരിക്കൂലേ? നിതാഷ, ആ നിതാഷ. ആ യെസ് മിസ്. ഓക്കെ, മിടുക്കി. ആദിഷ്, സഹൽ നല്ല മോനാവൂലേ? ഓക്കെ ഓക്കെ, മിടുക്കൻ. അപ്പൊ ഇന്ന് പഠിച്ച പാടൊക്കെ ഓർമ്മയില്ലേ? ഉമർ ജാഫർ, ഹൈലിജോ, ചെയർ മാത്രമേ ഉള്ളൂ, ഹൈലിജോ ഇല്ല. അപ്പൊ നാളെ ന്യൂ ഇയർ ആണല്ലേ? അപ്പൊ മിസ് പാടിത്തന്ന പാട്ടൊക്കെ ഓർമ്മയുണ്ടല്ലോ? അതുപോലെ അനുസരിച്ച് നല്ല കുട്ടികളാവാ. അപ്പൊ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. ഇന്ന് പഠിച്ച പാഠം ഹരിമുനാണ്. ഓക്കെ, താങ്ക് യു. ഹരിമുന്റെ പാഠം പഠിച്ചിട്ട് വരിക, അക്ഷരങ്ങൾ എഴുതി പഠിക്കാം. ഓക്കെ, ടാറ്റ.